ഹായ് ഫ്രണ്ട്സ്, ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. UPSC പ്രിലിമിനറി എക്സാമിനേഷന് ഇതിൻ്റെ ഫങ്ഷൻസും അങ്ങനെയുള്ള ഫങ്ഷൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഫങ്ഷൻസ്, മോഡേൺ IMD, ഇപ്പോൾ മോഡേൺ IMD എങ്ങനെയാണ്, അതിൻ്റെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആൻഷ്യൻ കാലഘട്ടത്തിൽ തന്നെ ഈ ഇന്ത്യ മെട്രോളജിക്കൽ വെൽ ഡെവലപ്പ് ആയിട്ട് ഉണ്ട് എന്നുള്ള എവിഡൻസൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സാധ്യത ഇന്ത്യ മെട്രോളജിയാണ് ഇപ്പോൾ ഒരു കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് വരുന്നത്. ഇപ്പോൾ UPSC പ്രിലിമിനറിയിലും മെയിൻസ് KS എക്സാമിനേഷനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻസ്, അപ്പോൾ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസിന് പിന്നെ ജോഗ്രഫി റിലേറ്റഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ്, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവരെടുത്ത മാർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒറ്റ ഒരു ലെവലിൽ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ചെയ്ത ഫങ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് പുതിയ ന്യൂ മാർഗ്ഗങ്ങൾ, ന്യൂ വേസ് നമുക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ മെയിൻസിന് ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ ഓവറോൾ നമ്മൾ ഇതൊക്കെ അറിയണമെങ്കിൽ തന്നെ ഈ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഒരു വ്യൂസ് ഉണ്ടാവണം. നമുക്കതിനെക്കുറിച്ചിട്ട് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആൻഷ്യൻ കാലഘട്ടത്തിൽ തന്നെ ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അത് ബിഗിനിങ് ആയിട്ടുണ്ട്. അപ്പോൾ എവിടെയായിരിക്കും അതിനെ പ്രതിപാദിച്ചിട്ടുണ്ടാവുക? ഈ വരാഹമിഹിര എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ വർക്കുണ്ട്, പിന്നെ ബൃഹത് സംഹിത എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ വർക്ക്. ഇതൊക്കെ ഏകദേശം 500 AD കാലഘട്ടത്തിൽ എഴുതിയ ഒരു ക്ലാസിക്കൽ വർക്കേഴ്സാണ്. ഇതിലൊക്കെ ഈ മെട്രോളജിക്കൽ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ക്ലിയർ എവിഡൻസ് പറയുമ്പോൾ, ഡീപ്പ് നോളജ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രോസസ് എക്സിസ്റ്റഡ് ഈവൻ ദാറ്റ് ടൈംസ്. അവർ പറയുന്ന ഒരു ക്ലിയർ എവിഡൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സിനെ കുറിച്ചുള്ള ക്ലിയർ എവിഡൻസ്, ഡീപ്പ് നോളേജ് ക്ലിയർ എവിഡൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു എവിഡൻസായി പറയുന്നത്. പിന്നെ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ തന്നെ ഈ സയൻറ്റിഫിക് മെഷർമെൻറ്റ് ഓഫ് റെയിൻഫാൾ, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് ദ കൺട്രീസ് റവന്യൂ ആൻഡ് റിലീഫ് വർക്ക്, അതിനെക്കുറിച്ചൊരു റെക്കോർഡ് ഉൾക്കൊള്ളിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെയിൻഫാളിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് മെഷർമെൻറ്റ്സും, പിന്നെ ഈ റെയിൻഫാൾ കൊണ്ട് കൺട്രിയുടെ റവന്യൂസിൽ ചേർക്കാവുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഡാം കൺസ്ട്രക്ഷൻസ്, പിന്നെ അഗ്രികൾച്ചർ, ഇതിനൊക്കെയുള്ള അപ്ലിക്കേഷൻസ്, അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കൗടില്യ അർത്ഥശാസ്ത്രയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല റിലീഫ് വർക്ക്സിനെ കുറിച്ചിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൻഫാൾ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള റിലീഫ് വർക്ക്സും ഈ കൗടില്യ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എപ്പിക് എന്ന് പറയുന്നത് കാളിദാസൻ്റെ മേഘദൂത് എന്ന് പറയുന്ന ഒരു എപ്പിക്സാണ്. അപ്പോൾ ഏകദേശം 7th സെഞ്ച്വറിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? സെൻട്രൽ ഇന്ത്യയിലെ മൺസൂണിൻ്റെ ഓൺസെറ്റ് ഡേറ്റ് പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല മൺസൂൺ ക്ലൗഡിൻ്റെ പാത്ത് ട്രേസസ് ചെയ്യുന്നതിനുള്ള ഐഡിയാസും കാളിദാസൻ്റെ മേഘദൂതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ആൻഷ്യൻ കാലഘട്ടത്തിൽ തന്നെ മെട്രോളജി ഒരു ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ 17th സെഞ്ച്വറീൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഈ സയൻറ്റിഫിക് ഫൗണ്ടേഷനൊക്കെ ഇൻവെൻഷനൊക്കെ വരാൻ തുടങ്ങിയത്. അതാണ് തെർമോമീറ്ററും ബാരോമീറ്ററൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഫോർമേഷൻ ഓഫ് ലോസ് ഗവേണിങ് ദ ബിഹേവിയർ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ ബിഹേവിയറിനെ ഗവേൺ ചെയ്യുന്ന ലോസൊക്കെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ തെർമോമീറ്ററും ബാരോമീറ്ററിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യൻ മൺസൂണിന് ഒരു ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് നൽകിയത് ഒരു ഹാലി എന്ന് പറയുന്ന 1636 ഹാലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ഒരു പബ്ലിഷ് നടത്തിയിട്ടുണ്ട്. ആ പബ്ലിഷിൽ ഇന്ത്യൻ മൺസൂണിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ
ഈ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ദ ഏഷ്യൻ ലാൻഡ് മാസ് ആൻഡ് ഇത് ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ്റെയും ഏഷ്യൻ ലാൻഡ് മാസിൻ്റെയും ഡിഫറൻഷ്യൽ ഹീറ്റിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് സീസണൽ റിവേഴ്സൽ വിൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഹാലെ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യൻ സമ്മർ മൺസൂണിനെ കുറിച്ചിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഒരു മെട്രോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻഷ്യൻ ടൈംസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ മെട്രോളജിക്കൽ ഒബ്സർവറീസ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആണ് ഇന്ത്യയുടെ മെട്രോളജിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെവറൽ മെട്രോളജിക്കൽ സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓരോ സ്റ്റേഷനെ കുറിച്ച് ഞാൻ പറയാം. ഈ സ്റ്റേഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഫങ്ഷൻ, ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അത് എന്തിനാണ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൽക്കട്ടയിൽ 1785 ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു മെട്രോളജിക്കൽ സ്റ്റേഷനെ കൊണ്ടുവന്നത്. അതിന് ശേഷം മദ്രാസിൽ 1796 വെതർ ആൻഡ് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷൻ കൊണ്ടുവന്നു. ഇതിനൊക്കെ മുന്നേ തന്നെ 1785 കൽക്കട്ടയിലെ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് 1784 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് 1804 മുംബൈയിലാണ് അടുത്ത സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ സ്റ്റേഷൻ എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അത് പ്രൊമോട്ട് ദ സയൻറ്റിഫിക് സ്റ്റഡീസ് ഇൻ മെട്രോളജി ഇൻ ഇന്ത്യ. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്, മെട്രോളജിയിൽ സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1804 ബോംബെയിൽ ഒരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ 3 സ്റ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അന്ന് മുതൽ ചെയ്തു വന്ന കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഓരോ അതിൻ്റെ സ്റ്റെപ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്യാപ്റ്റൻ ഹാരി പിൻഡിങ്ടൺ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ കൽക്കട്ടയിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 40 പേജ് പേപ്പറാണ് പബ്ലിഷ് ചെയ്തത്. അത് ഏകദേശം 1835 മുതൽ 1855 കാലഘട്ടത്തിൽ എഴുതിയതാണ്. അത് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന ജേണലിലാണ് അതിന് പബ്ലിഷ് ചെയ്തത്. അതിൽ എന്താണ് പബ്ലിഷിങ് ചെയ്തിരിക്കുന്നത്? ട്രോപ്പിക്കൽ സ്റ്റോംസിനെ കുറിച്ചിട്ടും ആണ് ഡീൽ ചെയ്യുന്നത്. അതിൽ ഒരു സമയത്താണ് സൈക്ലോൺ എന്നുള്ള വേർഡ് കോയിനായി വന്നിട്ടുള്ളത്. അപ്പോൾ സൈക്ലോൺ എന്നുള്ള വേർഡ് ഈ ഹാരി പിന്നിങ്ടൻ്റെ പിന്നിങ്ടൻ്റെ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന പേപ്പറിലാണ് അത് വന്നത്. അപ്പോൾ സൈക്ലോൺ എന്ന് പറയുന്നത് എന്താണ്? കോയിൽ ഓഫ് സ്നേക്ക് എന്നാണ് അർത്ഥം. ഇനി 1842 ഒരു അനദർ മോണമെൻ്റൽ വർക്കാണ് ലോ ഓഫ് ദ സ്റ്റോംസ്. അതും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ഇനി അടുത്തത്, എങ്ങനെയാണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ട്രോപ്പിക്കൽ സൈക്ലോൺ കൽക്കട്ടയിൽ 1864 സ്ട്രക്കായി. വെരി ഡിസാസ്റ്ററസ് ട്രോപ്പിക്കൽ സൈക്ലോൺ സ്ട്രക്ക് ഇൻ കൽക്കട്ട ഇൻ 1864. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? മൺസൂൺ റെയിൻസ് ഇൻ 1866 ആൻഡ് 1871 ഫെയിലിയറായി. അതിൻ്റെ ഫലമായിട്ട് 1875 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതെന്തിനാണ് അങ്ങനെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? എല്ലാ മെട്രോളജിക്കൽ വർക്കും, കൺട്രിയുടെ എല്ലാ മെട്രോളജിക്കൽ വർക്കും ഒരു സെൻട്രൽ അതോറിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ HF ബ്ലാൻഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മെട്രോളജിക്കൽ റിപ്പോർട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഒബ്സർവറി എന്ന് പറയുന്നത് സർ ജോൺ എലിയോട്ട് ആയിരുന്നു. അദ്ദേഹം മെയ് 1889 കൽക്കട്ട ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് IMDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫസ്റ്റ് കൽക്കട്ടയിലായിരുന്നു. പിന്നെ അത് ഷിംലയിലേക്കായി, പിന്നെ അത് പൂനെയിലേക്കായി, ഫൈനലി ഇപ്പോൾ ഉള്ളത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ IMDയുടെ ആസ്ഥാനം.
1875 ആ കാലഘട്ടത്തിന് ശേഷമാണ് ഒരു മോഡേൺ ബിഗിനിങ് ഈ IMD ഉണ്ടായത്. അത് ഇങ്ങനെയുള്ളൊരു മോഡേൺ ബിഗിനിങ് ആയിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ. അത് മെട്രോളജിക്കൽ ഒബ്സർവേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫോർകാസ്റ്റിംഗ്, പിന്നെ വെതർ സർവീസസ്, അത്തരത്തിലുള്ള അതിലൊരു പാരലൽ സയൻറ്റിഫിക് ഗ്രോത്തിന് ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തിയത്. IMDയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. IMD ആ സമയത്ത് തന്നെ ഓൾവേസ് എന്ത് ചെയ്യും, കണ്ടംപററി ആയ ടെക്നോളജീസാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാഫ് ഏജിൽ തന്നെ ടെലഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട്, വെതർ ടെലഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കളക്ടിങ് ഒബ്സർവേഷണൽ ഡാറ്റ അല്ലെങ്കിൽ വാർണിംഗ്സ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാഫ് ഏജിൽ തന്നെ വെതർ ടെലഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട് IMD. പിന്നെ ഇന്ത്യയുടെ ഈ ഓർഗനൈസേഷനാണ് സ്വിച്ചിങ് കമ്പ്യൂട്ടർ വൽക്കരണത്തിലേക്ക് ആദ്യമായി മാറിയ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിലേക്ക് മാറിയ ആദ്യത്തെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് IMD ആണ്. അതെന്തിനാണ്? അപ്പോൾ ഗ്ലോബൽ ഡാറ്റ എക്സ്ചേഞ്ച്, അപ്പോൾ വെതർ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അതിന് ഗ്ലോബൽ ഡാറ്റ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയുള്ളൊരു മാറ്റം. ഇമ്പോർട്ടൻ്റ് ആയ ഫ്യൂ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആ കാലഘട്ടത്തിൽ IMD യൂസ് ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് മെട്രോളജിയിൽ. പിന്നെ മാത്രമല്ല, വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയിൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഇന്ത്യയുടേതാണ്. അത് ഇൻസാറ്റാണ്. അത് കണ്ടിന്യൂസ് ആയി വെതർ മോണിറ്ററിങ് ചെയ്യുന്നു എല്ലാ പാർട്സിലും, ഗ്ലോബിലെ എല്ലാ പാർട്സിലും അത് കണ്ടിന്യൂസ് വെതർ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈക്ലോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാർണിംഗ് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസാറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇൻസാറ്റ് ഈസ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ IMD പല വെൻഡേഴ്സൊക്കെ സ്വീകരിച്ചു. പിന്നെ ആപ്ലിക്കേഷൻസും സർവീസസൊക്കെ സ്വീകരിച്ചിട്ട് എക്സൈറ്റീവ് ഫ്യൂച്ചർ തന്നെ ഈ IMDക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻസ്, IMDയുടെ ഫങ്ഷൻസ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. IMDയുടെ ഫങ്ഷൻസാണ് നമ്മൾ UPSC പ്രീലിമിനറി മെയിൻസിലൊക്കെ നമ്മൾ എഴുതേണ്ടത്. ഈ ഒരു ഫങ്ഷൻ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലം, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ ഈ IMD എടുക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ മാർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതിലെന്തെങ്കിലും മെറിറ്റ്സ് ഉണ്ടോ ഡിമെറിറ്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പോയിൻറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. ഈ പോയിൻറ്റ്സൊക്കെ മെയിൻസിലോ KS മെയിൻസ് UPSC മെയിൻസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1875 അപ്പോൾ നാഷണൽ മെട്രോളജിക്കൽ സർവീസാണ് കൺട്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ ഗവൺമെൻറ് ഏജൻസിയാണ്. പിന്നെ ഈ സീസ്മോളജി, അലൈഡ് സബ്ജക്ട്സ് റിലേറ്റഡ് ടു ദ മെട്രോളജി ഒക്കെ പ്രൊവൈഡ് ചെയ്തെന്ന ഒരു ഏജൻസിയാണ് IMD. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മെട്രോളജിക്കൽ ഒബ്സർവേഷൻസ്, പിന്നെ കറണ്ട് ആൻഡ് ഫോർകാസ്റ്റ് മെട്രോളജിക്കൽ ഇൻഫർമേഷൻ ഫോർ ഓപ്പറേഷൻ ഓഫ് വെതർ സെൻസിറ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ, ഇറിഗേഷൻ, ഷിപ്പിംഗ്, ഏവിയേഷൻ, ഓഫ്ഷോർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഓഫ്ഷോർ ഓയിൽ എക്സ്പ്ലോറേഷനൊക്കെ വേണ്ടിയിട്ടും ഏവിയേഷനൊക്കെ വേണ്ടിയിട്ടും ഷിപ്പിങ്ങിന്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ ഇങ്ങനെയുള്ള വെതർ സെൻസിറ്റീവ് ഓപ്പറേഷൻസിനൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള വെതർ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ഫങ്ഷൻ ചെയ്യുന്നത് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ എന്തെങ്കിലും സിവിയർ വെതർ ഫിനോമിന, ട്രോപ്പിക്കൽ സൈക്ലോണ്, പിന്നെ ഡസ്റ്റ് സ്റ്റോംസ്, ഹെവി റെയിൻസ്, സ്നോ, പിന്നെ കോൾഡ് കണ്ടീഷൻ, വെരി ഹീറ്റ് വേവ് കണ്ടീഷൻ ഇങ്ങനെയുള്ള സിവിയർ വെതർ ഫിനോമിനോൺസ് ഒക്കെ വരുമ്പോൾ അതിനെതിരെ വാർണിംഗ് കൊടുക്കുന്നതും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വാർണിംഗ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ ഡിസ്ട്രക്ഷൻസിൽ നിന്നും ജീവൻ വരുന്ന പ്രോബ്ലംസിൽ നിന്നും പിന്നെ അങ്ങനെയുള്ള പ്രോപ്പർട്ടി നഷ്ടങ്ങളും ഇതിൽ നിന്നൊക്കെ നമുക്ക് മുന്നേ ഉള്ള വാർണിംഗ് കൊണ്ട് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ IMD ഈ ഒരു കാര്യത്തിൽ വളരെയധികം
വളരെയധികം ശ്രദ്ധേയമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെട്രോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്. മെട്രോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഫങ്ഷനാണ് IMDയുടെ. എന്താണ് മെട്രോളജിക്കൽ സ്റ്റാറ്റിക്സ്? അത് എന്തിനാണ്? അഗ്രികൾച്ചർ, വാട്ടർ റിസോഴ്സ് ഉണ്ടാകും, പിന്നെ ഇൻഡസ്ട്രീസിന്, ഓയിൽ എക്സ്പ്ലോറേഷൻ, അതർ നാഷണൽ ബിൽഡിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ മെട്രോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഈ ഓയിൽ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്, നാഷണൽ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കൊക്കെ ആ രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെട്രോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് വെച്ചാൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. പിന്നെ അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് എർത്ത് ക്വൈക്സ്, സീസ്മിസിറ്റി ഏരിയ, ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നതും ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഈ IMD എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസൻ്റായിട്ട് IMD മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ചെയ്യാം. IMD ഇപ്പോൾ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്റ്റർ ഓഫ് എർത്ത് ആൻഡ് സയൻസ്. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്.